ഹായ്, ഞാൻ വിദ്യ. ഹരിതം ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ചൈൽഡ്ഹുഡ് OCDനെ കുറിച്ചിട്ടാണ്. സമൂഹത്തിൽ പൊതുവേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഒരാൾ ഒരു സാധനം വൃത്തിക്ക് ചെയ്യുമ്പോഴോ ഓർഡർ ആയിട്ട് എടുത്ത് വെക്കുമ്പോഴൊക്കെ പറയും ആ ആൾക്ക് OCD ആണെന്നുള്ളത്. എന്നാൽ എന്താണ് ഈ OCDന്റെ റിയാലിറ്റി എന്ന് നമുക്ക് നോക്കാം. OCD എന്ന് വെച്ചാൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ഇതിൽ രണ്ട് ടൈപ്പായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഒന്ന് ഒബ്സഷൻസ്, രണ്ട് കമ്പൾഷൻസ്. ഒബ്സഷൻ എന്ന് പറയുമ്പോൾ അത് അൺവാണ്ടഡ് ആയിട്ട് വരുന്ന ഒരു തോട്ടോ ഇമേജസോ ആയിരിക്കും. എന്നാൽ ഈ ഒബ്സഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിലോ അല്ലെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തോട്ടിനേക്കാളും ഒക്കെ ഉപരിയായിരിക്കും ഈ ഒബ്സഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മളെ വാല്യൂ സിസ്റ്റത്തിന് എതിരെ ആയിരിക്കും. ഈ തോട്ട് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ടായിരിക്കും നമ്മളെ മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക. എന്നാൽ കമ്പൾഷൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ആൻസൈറ്റി വരുമ്പോൾ വരുന്ന ഈ ഒബ്സഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു തരണം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസിനെയാണ് നമ്മൾ കമ്പൾഷൻസ് എന്ന് പറയുന്നത്. ചൈൽഡ്ഹുഡ് OCDയിൽ നമ്മൾ കുട്ടികളിൽ കണ്ടിട്ടുണ്ടായിരിക്കും. പൊതുവെ ഇവർ കണ്ടാമിനേഷൻ OCD പോലുള്ള കുട്ടികളാണെങ്കിൽ അവർ പൊതുവെ ഈ 20 ടൈംസ് ഒക്കെ കൈ കഴുകുന്നതായിട്ട് കാണാം, റിപ്പീറ്റഡ് ആയിട്ട് കുളിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ അവരുടെ ദേഹത്ത് ചളി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ടെൻഷൻ അടിച്ചിട്ട് ഇവർക്കൊരു ഇൽനെസ് വരുന്നുണ്ട് എന്നുള്ള പേടി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ OCD എന്ന് പറയുന്നത് കണ്ടാമിനേഷൻ OCD മാത്രമല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് OCDs നിലവിലുണ്ട്. അപ്പോൾ ഇതിൽ കുട്ടികളിൽ ഇപ്പോൾ പ്രധാനമായിട്ടും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു OCD ആണ് കണ്ടാമിനേഷൻ OCD. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കണ്ടാമിനേഷൻ OCDനെ കുറിച്ചിട്ടാണ്. ഇനി കണ്ടാമിനേഷൻ OCD എന്ന് പറയുമ്പോൾ കുട്ടികളിൽ മെയിനായിട്ട് കാണിക്കുന്നത് അവർക്ക് ഈ ഒബ്സഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ദേഹത്ത് ചളികളോ എന്തോ കാര്യങ്ങളോ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കമ്പൾസീവ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത് കൈ വൃത്തിയായിട്ട് കഴുകുക, റിപ്പീറ്റഡ് ആയിട്ട് കൈ കഴുകിക്കൊണ്ടിരിക്കുക, അതുപോലെ തന്നെ കുളിക്കാൻ കുറേ ടൈം എടുക്കുക, അതുപോലെ തന്നെ ബോഡി സെക്രീഷൻസ് ആയിട്ടുള്ള യൂറിന്, സലൈവയൊക്കെ ദേഹത്താവുന്നുണ്ട് വിചാരിച്ചിട്ട് അവർ റിപ്പീറ്റഡ് ആയിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഫിഷ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും അതിലൊക്കെ ജേംസ് ഉണ്ട് അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയോ കലർന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിഹേവിയേഴ്സ് അവർ കാണിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിസ്കരിക്കൊക്കെ ആണെങ്കിൽ അത് തെറ്റിപ്പോകുന്നുണ്ട് വിചാരിച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നിസ്കരിക്കുന്ന കുട്ടികളെയും പൊതുവെ പാരൻസ് കണ്ടു വരുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് കണ്ടാമിനേഷൻ OCDയിൽ വരുന്നത്. ഇനി ഈ OCD എങ്ങനെയാണ് കുട്ടികളിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അത് പൊതുവേ ഇവരുടെ ഫ്രീഡത്തിനെ ആയിരിക്കും ബാധിക്കുന്നുണ്ടായിരിക്കുക. അതായത് അവർ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും അതിനെയൊക്കെ ഇത് നന്നായിട്ട് ബാധിക്കുന്നുണ്ടായിരിക്കും. കാരണം ഇവർക്ക് ഈ റിച്വൽസ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ട തോട്ട്സും അല്ലെങ്കിൽ അതിനോടുള്ള കമ്പൾഷൻസും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന പണ്ടത്തെ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ അവരുടെ ഹോബീസോ ഒക്കെ മറന്നിട്ട് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക ഈ ഒരു റിച്വൽസിലായിരിക്കും. അവർ മെയിനായിട്ട് ഒരു കുടുക്കിൽപ്പെട്ട പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൂടാതെ ഇതുപോലെയുള്ള റിച്വൽസ് പൊതുവെ ഇവർ കാണിച്ചു വരുമ്പോൾ അവരുടെ സ്കൂൾ പെർഫോമൻസിനെയും അവർ ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസിനെയും ഒക്കെ ഇത് നന്നായിട്ട് ബാധിച്ച് അവരുടെ ഡെയിലി ലൈഫിനെ തന്നെ ഇത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെയും ഇമോഷൻസിനെയും ഒക്കെ ഇത് നന്നായിട്ട് ബാധിക്കുന്നുണ്ടായിരിക്കും. അവരൊരു സ്ഥലത്ത് പോയാലൊക്കെ ഇവർക്ക് ഒരു ഒറ്റപ്പെട്ട പോലുള്ള ഫീലിംഗ് ആയിരിക്കും പൊതുവെ ഉണ്ടായിരിക്കുക. കാരണം ഇവർ റിച്വൽസൊക്കെ ബാക്കിയുള്ളവരെ നന്നായിട്ട് ബാധിച്ചിട്ട് പൊതുവെ അവർ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത പൊതുവെ ഇത്തരം ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഇനി എന്താണ് ഇതിൻ്റെ കോസസ് എന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് ഇതിന് ജനറ്റിക് ആയിട്ടുള്ള കോസസ് ആണ് വരുന്നത്. ഒരു OCD ഉള്ള പാരൻസിൻ്റെ മക്കൾക്ക് OCD വരാനുള്ള ചാൻസസ് 50% കൂടുതലാണ്. അതുപോലെ തന്നെ അവർക്ക് വൾണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ആൻസൈറ്റിയോ അല്ലെങ്കിൽ ട്രോമയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് എൻവയോൺമെൻറ്റൽ ഫാക്ടറായിട്ട് വന്നിട്ട് ഇവർക്ക് OCD ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി ഇവർക്ക് ഇത് കൂടാതെ വല്ല ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും മൊമെൻറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേസ് മാറുക അല്ലെങ്കിൽ അവർക്ക് ഇതുവരെ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ലൈഫ് സ്റ്റേജിൽ നിന്ന് എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വരികയാണെങ്കിലും ഇതും OCDയിലേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി എങ്ങനെ നമുക്ക് ഈ OCDനെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരാം എന്ന് നോക്കാം. ഒരു സൈക്കോളജിസ്റ്റ് എന്ന
രീതിയിൽ നമുക്ക് ആദ്യമായിട്ട് പറയേണ്ടത് അവരെ പാരൻസിനോടാണ് പറയാനുള്ളത്. എപ്പോഴും ഈ കുട്ടികളെ കുറ്റപ്പെടുത്താതിരിക്കുക. ഇവർ ഈ കാണിക്കുന്ന ബിഹേവിയേഴ്സ് ഒന്നും അവർ അൺവാണ്ടഡ് ആയിട്ട് വരുന്ന തോട്ട്സ് കൊണ്ടാണ്. അല്ലാതെ അവർ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അപ്പോൾ എപ്പോഴും പാരൻസ് വീട്ടിലൊരു സപ്പോർട്ടീവായിട്ട് നിൽക്കുക. ടീച്ചേഴ്സിനോടും അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം മെയിനായിട്ട് CBT കൊടുക്കുക. അതുപോലെ തന്നെ ERP പോലുള്ള തെറാപ്പീസും നമുക്ക് കൊടുക്കാം. ERP എന്ന് പറയുമ്പോൾ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ. ഇത്തരം തെറാപ്പീസ് കൊടുക്കുന്നതിൽ കൂടെ നമുക്കൊരു ഹൈറാർക്കി സെറ്റ് ചെയ്തിട്ട് ലീസ്റ്റിന്ന് മോസ്റ്റ് ആയിട്ടുള്ള ആൻസൈറ്റി പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് നോട്ട് ചെയ്തിട്ട് അങ്ങനെ അവർക്ക് എക്സ്പോഷറൊക്കെ കൊടുത്തിട്ട് ഈ OCDയെ നമുക്ക് ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ തന്നെ നമുക്ക് റിലാക്സേഷണൽ ടെക്നിക്സ് യൂസ് ചെയ്യാം. അതിൽ തന്നെ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാം. JPMR, ഗൈഡഡ് ഇമേജറി പോലുള്ള ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യാം. അതിന് കൂടെ തന്നെ മെഡിറ്റേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഇവർ നല്ല ബിഹേവിയേഴ്സ് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ കമ്പൾഷൻസ് ഒക്കെ കുറയുമ്പോഴൊക്കെ നമുക്ക് റീഇൻഫോഴ്സ്മെൻ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിൽ അവർ ഒന്ന് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അതിലും അവർക്ക് ഈ OCDs നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. ഈ OCDയെ നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ള സൈക്കോളജിക്കൽ സപ്പോർട്ട് കിട്ടിയാൽ അവരെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും പറ്റുന്ന ഒരു കാര്യമാണ്. CBT, ERP പോലുള്ള ടെക്നിക്സ് ഇതിൽ നന്നായിട്ട് എഫക്റ്റീവായിട്ട് വർക്ക് ആവുന്ന ഒരു ടെക്നിക്കാണ്. അതുപോലെ തന്നെ ഇവരെ റൈറ്റായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുക. പാരൻസിൻ്റെ ഭാഗത്തും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തും സൈക്കോളജിസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് കൂടിയുള്ള സപ്പോർട്ട് ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ വേഗം നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇവർക്ക് മെയിനായിട്ടുള്ളൊരു കീ എന്ന് പറയുന്നത് ഏർലി ഇൻ്റർവെൻഷൻ തന്നെയാണ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവർക്ക് OCD ഉണ്ട് അല്ലെങ്കിൽ ഇതുപോലെ റിപ്പീറ്റേറ്റീവായിട്ട് നിങ്ങൾ കുട്ടികൾ കാണിക്കുന്നുണ്ട് എന്നുണ്ട് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം കണ്ടെത്തുന്നതും നല്ലതായിരിക്കും. അപ്പോൾ ഏർലി ഇൻ്റർവെൻഷൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് കൂടുതലായിട്ടും ഈ OCD മാറ്റാനുള്ള നല്ലൊരു ടെക്നിക്കാണ്. ഈ OCD ഉള്ള ആളുകൾക്ക് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവരെ നമുക്ക് നല്ലപോലെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതായത് CBT, ERP പോലുള്ള ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് റിലാക്സേഷണൽ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവരെ നമുക്ക് അവരുടെ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അതുകൂടാതെ അവരെ ഒരു ഡെയിലി ലൈഫ് റൂട്ടീൻസിലേക്കൊക്കെ കൊണ്ടുവന്നിട്ട് അവർക്ക് റൈറ്റായിട്ടുള്ള ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കും അത് മറികടക്കണം എന്നുള്ള ഒരു തോട്ടൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ ഏർലി ഇൻ്റർവെൻഷൻസ് ഇതിനൊരു കീ ആണ്. നമ്മൾ ആദ്യം തന്നെ ഈ കുട്ടികൾക്ക് ഇതുപോലുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടുകയാണെങ്കിൽ അവരെ നമുക്ക് ബെറ്ററാക്കി കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു റുട്ടീൻസിലേക്കൊക്കെ കൊണ്ടുവന്നിട്ട് അവർക്ക് റീഇൻഫോഴ്സ്മെൻ്റ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അവരെ നമുക്ക് ബെറ്ററാക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ഡിസ്കഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.